Dear students, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോക്കിയെന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്താണ്, അതോടൊപ്പം തന്നെ എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളൊരു സംഭവമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ SLC എക്സാമിനേഷൻ എഴുതിയിട്ടിരിക്കുന്ന കുട്ടികളാണ് അല്ലേ? ഇപ്പോൾ SLC എക്സാമിനേഷൻ എഴുതി നിങ്ങൾ ഒരു ദിവസം പെട്ടെന്ന് ചെന്നിട്ട് 10ാം ക്ലാസ്സിൽ SLC എക്സാമിനേഷൻ എഴുതിയതല്ല. ഒരുപാട് വർഷത്തെ പ്രോസസ്സുണ്ട്. എന്നാലും 10ാം ക്ലാസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ ക്ലാസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫസ്റ്റ് ക്ലാസ് കടന്നു, സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞ് 1 മാസത്തെ ക്ലാസ്സായി, 2 മാസം, അങ്ങനെ ഓരോ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഓരോ എക്സാം, ഇതിൻ്റെ ഇടയ്ക്കുള്ള ടേം എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ SLC എക്സാമിനേഷൻ എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇടയ്ക്കുള്ളൊരു പ്രോസസ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് എഴുതുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നോട്ട് എഴുതി സൂക്ഷിക്കുന്നത്? നിങ്ങളൊരു പഠിച്ച ഒരു കാര്യം അല്ലേ, ഇപ്പോൾ കാര്യം മനസ്സിലായി, പക്ഷേ അത് പിന്നത്തേക്കാണ്, അത് പെട്ടെന്നല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ യഥാർത്ഥ ഉപയോഗം വരുന്നത് പരീക്ഷയ്ക്ക് എടുക്കുന്ന സമയത്ത് അല്ലേ? അപ്പോൾ പരീക്ഷയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് എഴുതി സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് എഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സും പരീക്ഷ എഴുതുക എന്നുള്ളൊരു പ്രോസസ്സും കൂടെ ചേർത്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു വർഷത്തെ അക്കാഡമിക് ഇയർ എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പ്രോസസ്സ് എന്ത് ചെയ്യുന്നത് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വർഷവും സിസ്റ്റമാറ്റിക്കായിട്ട് നോട്ട് എഴുതി സൂക്ഷിക്കുക, എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് നോട്ട് എഴുതി സൂക്ഷിക്കുക. അതിനെയാണ് എന്തെന്ന് പറയുന്നത് നോട്ട് എഴുതുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഒരു അക്കാഡമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് എഴുതി സൂക്ഷിക്കുന്നത് പ്ലസ് പരീക്ഷ എഴുതുന്നത്, ഇതും കൂടെ ചേർത്തുകൊണ്ടാണ് ഒരു അക്കാഡമിക് പ്രോസസ്സ്, ഒരു വർഷത്തെ അക്കാഡമിക് ഇയറിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ബിസിനസ്സിൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ലോസ് ആയിരിക്കും. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ലാഭം അല്ലേ? എന്താണ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നഷ്ടം. അപ്പോൾ ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇതെങ്ങനെയാണ് ഈ പ്രോഫിറ്റ് കിട്ടുന്നത്, എങ്ങനെയാണ്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ലോസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക. ഒരു ദിവസത്തെ ഒരു കണക്കെടുക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഷോപ്പ് നടത്തിയെന്ന് വിചാരിച്ചു, ഒരു ബിസിനസ് നടത്തിയാലും, നിങ്ങൾക്കിപ്പോൾ ഒരു ബേക്കറി ഉണ്ടെന്ന് വിചാരിക്കാം. അവിടെ ഒരു ദിവസത്തെ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഒരു വർഷത്തെ വരുമാനം, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? വരുമാനം. അതിനെ ഇൻകം എന്ന് പറയാം. ഇൻകം, നമ്മുടെ വരുമാനം. ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 1000 രൂപ. എന്നാൽ ഒരു ദിവസം എന്തുണ്ട്? എക്സ്പെൻസും ഉണ്ട് അല്ലേ? ഒരു ദിവസം എന്ത് ചെയ്യുന്ന സാലറി കൊടുത്തു, അങ്ങനെയുള്ള എന്ത് ചെയ്യുന്ന വേജസ് കൊടുത്തു, തുടങ്ങിയുള്ള എക്സ്പെൻസ് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 800 രൂപ. എക്സ്പെൻസ് 800 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ പ്രോഫിറ്റാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം കൂടുതലാണ്. ഏതിനേക്കാൾ? എക്സ്പെൻസിനേക്കാൾ. ഇൻകം എക്സീഡ് ചെയ്യുന്നു. ഏതിനേക്കാൾ? എക്സ്പെൻസിനേക്കാൾ. എക്സ്പെൻസിനേക്കാൾ ഇൻകം എക്സീഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം? പ്രോഫിറ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ എക്സ്പെൻസ് കുറവും അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? സോറി, ഇത് 800 ആണ് കേട്ടോ. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 200 രൂപയാണ് എന്തെന്ന് പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നേരെ തിരിച്ചായാലോ നമുക്ക് എന്താണ്? 200 രൂപ ലോസ് എന്ന് പറയാം. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ ഇതാണ് ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ബിസിനസ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. ബിസിനസ്സിൻ്റെ റിസൾട്ട് പ്രോഫിറ്റ് ആയിരിക്കാം, ലോസ് ആയിരിക്കാം. ഇത് ഒരു ദിവസത്തിൽ നമ്മൾ കണ്ടുപിടിക്കാം, 10 വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഒരു സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് ഇതിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നത്. നിങ്ങൾ SLC എക്സാമിനേഷന് എന്ത് ചെയ്യുന്നത് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് ഒരു വർഷത്തേക്കല്ലേ നിങ്ങൾ പഠിച്ചത്, 9ാം ക്ലാസ് ഒരു വർഷത്തേക്കല്ലേ പഠിച്ചത്. അതുപോലെ തന്നെ ഇവിടെ റിസൾട്ട് കണ്ടെത്തുന്നതും ഒരു വർഷത്തേക്കാണ്. അപ്പോൾ ഒരു ദിവസത്തെ എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ എക്സ്പെൻസ് എഴുതി വെക്കണം, രണ്ടാമത്തെ ദിവസത്തെ എക്സ്പെൻസ് എഴുതി വെക്കണം, മൂന്നാമത്തെ ദിവസത്തെ എക്സ്പെൻസ് എഴുതി വെക്കണം. അങ്ങനെ ഒരു വർഷം വരെയുള്ള എക്സ്പെൻസ് എഴുതി വെക്കണം, ഒരു വർഷം വരെയുള്ള ഇൻകം എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കിട്ടും. ഇത്രയും പ്രോസസ്സിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു വർഷം വരെയുള്ള എക്സ്പെൻസ് എഴുതി വെച്ചു, ഒരു വർഷം വരെയുള്ള ഇൻകം എഴുതി വെച്ചു, അത് കഴിഞ്ഞിട്ട് തമ്മിൽ കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ റിസൾട്ട് കണ്ടെത്തി. ഇതിനെയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ ഓരോ ദിവസവും ചെയ്യുന്ന
പ്രവൃത്തിയെ ഓരോ ദിവസവും എന്താണ് എക്സ്പെൻസും ഇൻകവും തുടങ്ങിയ കാര്യങ്ങൾ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നു, സിസ്റ്റമാറ്റിക്കായിട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, അപ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്ന ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് വേറെ ബുക്ക് കീപ്പിംഗ് വേറെ എന്നല്ല, നിങ്ങളുടെ അക്കാഡമിക് പ്രോസസ്സ്, ഒരു വർഷത്തെ അക്കാഡമിക് പ്രോസസ്സിന് അകത്ത് വരുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്ന നോട്ട് എഴുതി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. നോട്ട് എഴുതി സൂക്ഷിക്കുന്നതിൻ്റെ കൂടെ എക്സാം എഴുതുന്നതിനും കൂടെ ചേർത്ത് വെക്കുമ്പോൾ അതിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്ന ഒരു വർഷത്തെ ഒരു അക്കാഡമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതേ കണക്ക് ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക. അതൊരു ക്ലറിക്കൽ വർക്കാണ്, സിമ്പിളായിട്ടുള്ള വർക്കാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവസാനം എന്ത് ചെയ്യുക, റിസൾട്ട് കണ്ടെത്തുക. അപ്പോൾ ഇതും ആ റിസൾട്ട് കണ്ടെത്തുന്നതും കൂടെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിന് വൈഡർ സ്കോപ്പാണുള്ളത്, ബുക്ക് കീപ്പിങ്ങിന് ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് കീപ്പിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കീപ്പിംഗ് ആണ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട് ബുക്കുകൾ എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി സൂക്ഷിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ബുക്ക് കീപ്പിങ്ങിൻ്റെ കൂടെ എന്തും കൂടി ചേരുമ്പോൾ ഈ ലാസ്റ്റ് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിസൾട്ട് കണ്ടെത്തുന്ന ഒരു പ്രോസസ്സുണ്ട്. നിങ്ങൾ ഫൈനൽ എക്സാം എഴുതുന്ന എല്ലാ ദിവസവും ഫൈനൽ എക്സാം എഴുതത്തില്ല അല്ലേ, ലാസ്റ്റ് ഒരു തവണ എഴുതത്തുള്ളൂ. അതുപോലെ ഇതിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നത് ലാസ്റ്റ് ഒരു തവണയെ കണ്ടെത്തുള്ളൂ. ഒരു വർഷത്തേക്കുള്ള റിസൾട്ട് കണ്ടെത്താൻ ഒരൊറ്റ പ്രോസസ്സ് ലാസ്റ്റേ ചെയ്തുള്ളൂ. അതും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് എന്താവുന്നത്, ബുക്ക് കീപ്പിംഗ് പ്ലസ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, റിസൾട്ട് കണ്ടുപിടിക്കുന്ന കാര്യം കൂടെ ചേർത്ത് വെക്കുന്ന പ്രോസസ്സ് വരുമ്പോഴാണ് അക്കൗണ്ടിങ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ബുക്ക് കീപ്പിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് മീൻസ് എന്താണ്, റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. റെക്കോർഡ് ചെയ്യുക, ജസ്റ്റ് എല്ലാ ദിവസവും ബിസിനസ് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നോക്കാം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസമുള്ളത്, അതാണ് ഈ ബേസിസ് എന്ന് പറയുന്നത്. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസമുള്ള ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്. ഒന്നാമത്തേന്ന് പറയുന്നത് മീനിങ്, അർത്ഥം അല്ലേ. ഇതിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്, ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് വേ. റെക്കോർഡ് ചെയ്ത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതി പോകുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു റെക്കോർഡിങ് അത് കണക്ക് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് അല്ലേ. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ തയ്യാറാക്കുന്ന, നിങ്ങൾ പരീക്ഷ എഴുതി പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ ഈ ബുക്ക് കീപ്പിംഗ് നടത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫൈനൽ റിപ്പോർട്ടും കൂടെ തയ്യാറാക്കുന്നതും കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് വേറെ ബുക്ക് കീപ്പിംഗ് വേറെ എന്നല്ല. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിന് അകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സിനെ വേറൊരു പേരിട്ട് വിളിക്കുന്നു അല്ലേ. ബുക്ക് കീപ്പിങ്ങും അതുപോലെ തന്നെ എന്താണ് പ്രസൻറ്റേഷൻ ഓഫ് ഫൈനൽ റിപ്പോർട്ട്സും കൂടെ ചേരുമ്പോഴാണ് അതെന്താവുന്നത് അക്കൗണ്ടിങ് ആകുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓബ്ജക്റ്റീവ്. ബുക്ക് കീപ്പിങ്ങിന് ഇത്രയും ഓബ്ജക്റ്റീവുകൾ, പ്രിപ്പയറിംഗ് ജേണൽ ആൻഡ് ലെഡ്ജർ. എന്താണ് ജേണൽ, എന്താണ് ലെഡ്ജർ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇനി വരും ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് അത് പഠിക്കാനുണ്ട്. നമ്മൾ ജസ്റ്റ് ട്രാൻസാക്ഷൻസ് എഴുതുന്നു, ഒരു പ്രത്യേക രീതിയിൽ എഴുതുന്നു, അത് ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ് എഴുതുന്നത്. റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എന്ന് പറയുന്ന ബുക്കിലാണ്. എന്നാൽ അത് ക്ലാസിഫൈ ചെയ്ത് വെക്കുന്ന ബുക്കാണ് എന്ന് പറയുന്ന ലെഡ്ജർ. ഈ രണ്ട് പ്രോസസ്സ് മാത്രമേ ദിവസവും ചെയ്യുന്നുള്ളൂ, ജേണലും ലെഡ്ജറും. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് റിസൾട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സ് എല്ലാ ദിവസവും ചെയ്യുന്നില്ല, അത് വർഷത്തിൻ്റെ അവസാനമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജേണലും ലെഡ്ജറും എഴുതി തയ്യാറാക്കുന്നത് മാത്രമാണ് ഏതെന്ന് പറയുന്നത്, അത് മാത്രമാണ് ഏതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്നാ നോക്കുക, അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇത് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന വൈഡർ പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഈ വരുന്ന കാര്യം, ഈ റെക്കോർഡിങ്, അതുപോലെ തന്നെ അനലൈസ്, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ദി ഫിനാൻഷ്യൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അങ്ങനെ എല്ലാം കൂടെ ചേർന്നതാണ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തതിൻ്റെ സ്കോപ്പ് എന്താണ് നോക്കുക. ഇതിന് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. ഇതിൽ ബിസിനസ്സിൻ്റെ റിസൾട്ട് ഒന്നും കണ്ടെത്താൻ പറ്റൂല. നിങ്ങൾ നോട്ട് എഴുതിയത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, SLC എക്സാമിനേഷൻ ചെയ്യത്തില്ല, അതിന് പരീക്ഷയും കൂടെ എഴുതണം, മൊത്തം പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇതിന് ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ. എന്നാൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്, വൈഡർ സ്കോപ്പ് ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കുക, ലെവൽ ഓഫ് വർക്കാണ്. ലെവൽ ഓഫ് വർക്ക് എന്ന് പറയാൻ പറ്റി ഏത് ലെവലിൽ ഒരുപാട് നോളജ് വേണം നോക്കുക. ഇതൊരു ക്ലറിക്കൽ വർക്കാണ്. ബുക്ക് കീപ്പിംഗ് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം. പക്ഷേ റിസൾട്ട് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ലോ ലെവൽ വർക്കുണ്ട്, മീഡിയം ലെവൽ വർക്കുണ്ട്, ഹൈ ലെവൽ വർക്കുണ്ട്. കാര്യം ഇതും അക്കൗണ്ടിങ്ങിൻ്റെ അകത്ത് വരുന്ന ഒരു പാർട്ടാണ് എന്ന് പറയുന്ന ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, അക്കൗണ്ടിങ് എന്ന് പറയാം. ബുക്ക് കീപ്പിംഗ് പ്ലസ് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഒരു പാർട്ടിനെ പ്രത്യേക പേരിട്ട് വിളിക്കുന്നു, ബുക്കുകൾ എഴുതി സൂക്ഷിക്കുന്നുണ്ട് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് ലോ ലെവൽ വർക്കുണ്ട്, മീഡിയം ലെവൽ വർക്കുണ്ട്, ഹൈ ലെവൽ വർക്കുണ്ട്. ഏത് റേഞ്ചിൽ വേണമെങ്കിലും അക്കൗണ്ടിങ് എന്ത് ചെയ്യും, പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
മ്യൂച്വൽ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അക്കൗണ്ടിങ് ബുക്ക് കീപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബുക്ക് കീപ്പിംഗ് നടത്തിയാലേ നമുക്ക് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ബുക്ക് കീപ്പിംഗ് മാത്രം കൊണ്ട് എന്ത് ചെയ്യത്തില്ല, ബിസിനസ് എന്ത് ചെയ്യത്തില്ല, ബുക്ക് കീപ്പിംഗ് മാത്രം കൊണ്ട് ബിസിനസ്സിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ പറ്റത്തില്ല. അതിന് അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും കൂടെ എന്ത് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്ത് ചെയ്യുന്നത്, മ്യൂച്വൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, പരസ്പരം ആശ്രയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കാം, റിസൾട്ട് റിവീൽ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ റിസൾട്ട് കണ്ടെത്തുന്നത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ബുക്ക് കീപ്പിംഗ് മാത്രം ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ റിസൾട്ട് കണ്ടെത്താൻ പറ്റത്തില്ല. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് റിവീൽ ആകുന്നു എവിടെയാണ്, അക്കൗണ്ടിങ് പ്രോസസ്സിൽ. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ബിസിനസ്സിൻ്റെ റിസൾട്ട് റിവീൽ ആവാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിന്നിവിടെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബുക്ക് കീപ്പിംഗ് നോക്കി, എന്താണ് അക്കൗണ്ടിങ് നോക്കി. എന്താണ് മൊത്തത്തിൽ പറഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സില്ല, അതിന് അകത്ത് വരുന്ന അതിൽ വരുന്ന തുടക്കത്തിൽ വരുന്ന കുറച്ച് പ്രോസസ്സിനെ എന്തെന്ന് പറയുന്നുണ്ട്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഇതൊരു പറയുന്നു. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫോർ പ്രിപ്പയറിംഗ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾ എന്തിനാണ് നോട്ട് എഴുതി സൂക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ഫൈനൽ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നോട്ട് എഴുതി സൂക്ഷിക്കുന്നത് മാത്രമായിട്ട് നിങ്ങളുടെ അക്കാഡമിക് പ്രോസസ്സ് തീരത്തില്ല. നോട്ട് എഴുതി സൂക്ഷിക്കുന്നതും പരീക്ഷ എഴുതുന്നതും ചേർക്കുമ്പോഴത്തേക്കാണ് അക്കാഡമിക് പ്രോസസ്സ് തീരുന്നത്. അപ്പോൾ നമ്മളെന്ന് പറയുക ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കി. ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റമാറ്റിക് കീപ്പിംഗ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. എന്നാൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, റെക്കോർഡിംഗ് അതുപോലെ തന്നെ പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ജേണലും ലെഡ്ജറും പ്രിപ്പയർ ചെയ്യുന്നതിൽ അവസാനിക്കുന്നു. ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് കഴിഞ്ഞിട്ട് അനലൈസ് ഇൻ്റർപ്രറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ കൂടി ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഇതിന് ലിമിറ്റഡ് സ്കോപ്പ്, ഇതിന് വൈഡർ സ്കോപ്പ്. ഇത് ക്ലറിക്കൽ വർക്ക്, അതുപോലെ തന്നെ അത് മീഡിയം, ലോ ലെവൽ, മീഡിയം ലെവൽ, ഹൈ ലെവൽ വർക്ക്. ഇത് ബിസിനസ് എന്തുണ്ട്, ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിനെ ആശ്രയിച്ചിരിക്കുന്നു, അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് കീപ്പിങ്ങിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യത്തില്ല, അവിടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കീവേഡ് കൂടെ നോക്കി, ബാക്കി അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു അടുത്ത സെക്ഷനിൽ നോക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ശരി, താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എന്താണ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്താണെന്നാണ് നോക്കിയത്. നമ്മൾ ഈ സെക്ഷനിൽ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കാൻ പോകുന്നത്, ഇതിൻ്റെ 3 കീവേഡ്സും കൂടെ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ തീരാൻ വേണ്ടിയിട്ട്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് കീവേഡ്സ്, കുറച്ച് എന്ത് ചെയ്യുന്നു, കീവേഡ്സ് മീൻസ് കുറച്ച് ടേമുകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യും, ഇന്ന് 2 കീവേഡ്സ് എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് എന്താണ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കുക. 2 ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അക്കൗണ്ടിങ് ചെയ്യുന്നു. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ ഉണ്ട്, മറ്റേ ആൾ അക്കൗണ്ടിങ് ചെയ്യുന്നില്ല. അക്കൗണ്ടിങ് ചെയ്യുന്ന ആളിന് എന്തൊക്കെയാണ് ഉപയോഗങ്ങളെന്ന് ചിന്തിച്ചാൽ മതി. അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേന്മകൾ, അതിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ബെനിഫിറ്റുകൾ എന്നൊക്കെ എന്ത് ചെയ്യാൻ ചോദിക്കാം. ബെനിഫിറ്റ് എന്ന് ചോദിക്കാം, അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് എന്നുള്ള ഇതിൽ വരുന്നത് അല്ലേ. അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. അക്കൗണ്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ്, ഓരോ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. അവിടെ അക്കൗണ്ട് ബുക്കുകൾ ഉണ്ടായിരിക്കും, അക്കൗണ്ടൻ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഇതൊക്കെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ അവിടെ ബുക്ക് കീപ്പിംഗ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടി പറ്റും. എന്താണ് ബുക്ക് കീപ്പിംഗ് കൃത്യമായിട്ട് നടത്താൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് ട്രാൻസാക്ഷൻസ് എഴുതി പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, എന്തുമാത്രം ബിസിനസ്സിന് സമ്പത്തുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് ആൾക്കാരിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ഉപയോഗം ചെയ്യും. ഞാനിപ്പോൾ ഓൾറെഡി എന്ത് പറഞ്ഞു കഴിഞ്ഞു, അക്കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കൃത്യമായിട്ടൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് നടത്തുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഡേറ്റ ഈസ് പോസിബിൾ. സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഓർ ഡേറ്റ ഈസ് പോസിബിൾ. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും എഴുതി പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താണ്, ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. ഇത് എഴുതി പോയി കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്തിനു വേണ്ടി സഹായിക്കുന്നു, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി, സമ്പത്തിൻ്റെ അളവ്, എന്തുമാത്രം സമ്പത്തുണ്ട്, പ്രോഫിറ്റ് വരുന്തോറും സമ്പത്തിൻ്റെ അളവ് കൂടും, ലോസ് വരുന്തോറും സമ്പത്തിൻ്റെ അളവ് എന്ത് ചെയ്യും, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം സമ്പത്തുണ്ട്, എന്തുമാത്രം ഫിനാൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്
നമുക്ക് അക്കൗണ്ടിങ് സഹായിക്കുന്നു. അതുപോലെ പ്രൊവൈഡ് ഇൻഫർമേഷൻ, ഇതുവഴി ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിഷ്യൽ ടു ഡിഫറെൻറ്റ് യൂസേഴ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവരൊക്കെ അത്രയും ഇതെന്ത് ചെയ്യും, ബെനിഫിറ്റ് ഉണ്ടാക്കുന്നു അല്ലേ. ഹെൽപ്സ് ഇൻ അസർട്ടൈനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ പ്രൊവൈഡ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ബെനിഫിഷ്യൽ ടു ദി വേരിയസ് യൂസേഴ്സ്. അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു പോയിൻ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഈ ഒരു സെക്ഷൻ. അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അതിന് ലിമിറ്റേഷൻ എന്ന് പറയും, വേറൊരു പേര് പറയാം ഡ്രോബാക്ക് എന്ന് പറയും, വേറൊരു പേരെന്ന് പറയുന്നത് ഡീമെരിറ്റ് എന്ന് പറയും അല്ലേ. ഇതാണെങ്കിൽ മെരിറ്റ്, എന്താണ് ഡീമെരിറ്റ്, എന്താണ് ഗുണങ്ങൾ പോലെ എന്തൊക്കെ ദോഷങ്ങളാണ് അക്കൗണ്ടിങ്ങിനുള്ള, അല്ലെ അക്കൗണ്ടിങ്ങിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് അല്ലേ. നോക്കാണ്, ഒൺലി മണി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്, അല്ലെങ്കിൽ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. നമ്മുടെ ബിസിനസ്സിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാനേജറുണ്ട്. അയാളുടെ എഫിഷ്യൻസി എത്രയാണെന്ന് ബുക്കിൽ എഴുതി വെക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. കാര്യം എന്താണ്, അത് മോണിറ്ററി ട്രാൻസാക്ഷൻ അല്ല. അപ്പോൾ എത്രയൊക്കെ ആണെങ്കിലും മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രമേ അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യാൻ വേണ്ടി നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അതെന്ന് പറയുന്നത് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഡീമെരിറ്റ് ആണ്, അല്ലെങ്കിൽ പോരായ്മയാണ്. അതുപോലെ നോക്കാം, ഒൺലി പോസ്റ്റ്മോർട്ടം സർവേ. ഇതെന്ന് പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം സർവേ ആണ്. ഒരു സാധനം വാങ്ങിച്ചു, എത്ര രൂപയായി വാങ്ങിച്ചു അത് മാത്രമേ എഴുതുന്നു, അല്ലാതെ ഇതിനേക്കാൾ വില കുറച്ച് കിട്ടുമോ എന്നുള്ള ഒരു അനാലിസിസും കാര്യങ്ങളും ഏതിലും നടത്തുന്നില്ല, അക്കൗണ്ടിങ്ങിൽ നടത്തുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ നടന്നതിന് ശേഷം മാത്രം അത് എഴുതി വെക്കുന്നു. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, ആ സാധനം വാങ്ങിച്ചിട്ട് അതിൻ്റെ പൈസ കിട്ടിയിട്ട് അത് എഴുതി വെക്കുന്നു. അത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ പൈസ കുറയ്ക്കാനൊന്നും എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല അല്ലേ. അപ്പോൾ പോസ്റ്റ്മോർട്ടം സർവേ മാത്രമാണ് അല്ലേ. ഇനി അടുത്തെന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ചേഞ്ചസ് ആർ നോട്ട് കൺസിഡേർഡ്. ഇതിൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും അക്കൗണ്ടിങ്ങിൽ എന്തില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഒരു സാധനത്തിൻ്റെ വില ഇതിനേക്കാൾ കൂടി, അപ്പോൾ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു അതിനേക്കാൾ എത്ര കൂടി എന്നൊന്നും വാങ്ങിക്കത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സാധനം വാങ്ങിക്കുന്നു, അതിനെ പർച്ചേസ് ചെയ്യുക എന്നാണ് പറയുന്നത്. സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇത്രയായിരുന്നു, ഈ വർഷം ഇത്ര കൂടി, ഇത്ര പെർസെൻറ്റേജ് വില കൂടിയിട്ടുണ്ട്, പ്രൈസ് ലെവലിൽ ഇത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നതൊന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. എത്ര രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ അത് ജസ്റ്റ് അങ്ങ് എഴുതുന്നു, ഇത്ര മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒൺലി പോസ്റ്റ്മോർട്ടം സർവേ ആണ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ദീസ് ആർ ദി ലിമിറ്റേഷൻസ്. ഇനിയും ലിമിറ്റേഷൻസ് നമുക്ക് കിട്ടും. ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും അക്കൗണ്ടിങ്ങിൻ്റെ മേന്മകളും അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷനും അക്കൗണ്ടിങ്ങിൻ്റെ പോരായ്മകളുമാണ് ഈ ഒരു സെക്ഷനിൽ പറഞ്ഞത്. ഒന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ്? ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്തെന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ലാസ്റ്റ് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻഫർമേഷൻ വേരിയസ് സോഴ്സിലുള്ള ആൾക്കാർക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുവഴി വേരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും യൂസേഴ്സിന് എന്താണ് ഉപയോഗമാകും. എന്തൊക്കെയാണ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ്. മോണിറ്ററി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം സർവേ ആണ്. അതുപോലെ തന്നെ എന്താണ് പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്തെങ്കിലും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കി. ഇനി കുറച്ച് ടേമുകളും കൂടെ നോക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തീരും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ശരി, താങ്ക് യു. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ബുക്ക് കീപ്പിംഗ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കി. നമ്മൾ ഇനി അടുത്ത് നോക്കുന്നതെന്ന് വെച്ചാൽ ടേംസിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ടേമുകളാണ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കുറച്ച് ടേമുകൾ, കുറച്ച് വാക്കുകൾ. ഇപ്പോൾ എല്ലാ ഫീൽഡിലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേമുകളുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡാണെങ്കിൽ മെഡിക്കൽ ടേംസുകളുണ്ട് അല്ലേ. ആ ഡോക്ടേഴ്സിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. അതുപോലൊക്കെ നമ്മളുടെ ഫീൽഡിൽ വരുമ്പോഴത്തേക്ക് എന്താണ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ടേമുകളുണ്ട്, വാക്കുകളുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. വാട്ട് ആർ ദ മീനിങ് അല്ലേ എന്നുള്ള കേസാണ് നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ അസറ്റ്, ലൈബിലിറ്റീസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ്, അതുപോലെ തന്നെ ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാപിറ്റൽ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേതായിട്ട് അസറ്റ് എന്ന് പറയുന്നൊരു വാക്ക്. അസറ്റ് എന്താണ്? അസറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നോക്കുക. അസറ്റ് അല്ലേ, അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി എന്നാണ് അർത്ഥം അല്ലേ. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്ക് ആസ്തി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇതാണ് ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് അല്ലേ. നോക്കുക, ഇതാണ് ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ടു ദി ഫ്യൂച്ചർ യൂസസ് ഓർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ആർ കാൾഡ് അസറ്റ്. ഓക്കെ, നമ്മൾ പറയുമ്പോഴത്തേക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ എന്തായിരിക്കാം, ക്യാഷ് ആയിരിക്കാം. ക്യാഷ് നമ്മുടെ അസറ്റ് ആയിരിക്കും. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിസിനസ്സിലാണ് നിങ്ങൾ ബിസിനസ്സാണ് എന്ന് എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. അപ്പോൾ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള ക്യാഷ് അത് ബിസിനസ്സിൻ്റെ അസറ്റാണ് അല്ലേ. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നിങ്ങളുടെ അസറ്റാണ്.
അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ എന്താണ് എനി വാല്യുബിൾ തിങ്സ്, വിലപിടിപ്പുള്ള എന്തിനേയും എന്തെന്ന് പറയാം, അസറ്റ് എന്ന് പറയാം. അപ്പോൾ ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സോട്ടിക് എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിടക്കുന്ന ഡെസ്കും ബെഞ്ചും ഒക്കെ ഇവിടുത്തെ എന്താണ് അസറ്റാണ്. അത് ക്യാഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ എന്താണ് വാല്യുബിൾ തിങ് ആണ് അല്ലേ, വിലപിടിപ്പുള്ള വസ്തുക്കളാണ്, പൈസ കൊടുത്താണ് വാങ്ങിച്ചിട്ടേക്കുന്നത്. ഇപ്പോൾ ബിൽഡിങ്, ഫോർ എക്സാമ്പിൾ ബിൽഡിങ്, ലാൻഡ്, ഒരു ബിസിനസ്സിൽ കുറേ ലാൻഡുകളുണ്ട്, ലാൻഡ് മീൻസ് പ്രോപ്പർട്ടി ഉണ്ട്, അത് ക്യാഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, വിലപിടിപ്പുള്ള വസ്തുവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. അപ്പോൾ ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ, നമ്മളുടെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം, ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം. അല്ല വേറൊരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിലുള്ളത് നമ്മുടെ അസറ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അത് ക്യാഷ് അല്ല, വാല്യുബിൾ തിങ് ആണ്, പക്ഷേ നമ്മുടെ ഓണർഷിപ്പിലുള്ളതെങ്കിൽ മാത്രമേ നമ്മുടെ അസറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ്, ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ, ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം. ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അതിനെ തിരിച്ച് എന്താക്കി മാറ്റാൻ പറ്റണം, ക്യാഷാക്കി മാറ്റാൻ പറ്റണം. ക്യാഷിനെ പിന്നെ ക്യാഷാക്കി മാറ്റേണ്ട, അത് മോസ്റ്റ് ലിക്വിഡ് അസറ്റാണ്. ക്യാഷിനെ ഏറ്റവും എല്ലാ കാര്യങ്ങളും നമുക്ക് ലാസ്റ്റ് എവിടെയാണ് കൊണ്ട് നിൽക്കുന്നത്, ക്യാഷിലാണ് കൊണ്ട് നിൽക്കുന്നത് അല്ലേ. ലാസ്റ്റ് കൊണ്ടുവന്നത് ക്യാഷാക്കി വിറ്റ് ക്യാഷാക്കി മാറ്റാം. അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള വസ്തുവായിരിക്കണം, ക്യാഷ് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള വസ്തുവായിരിക്കണം, ബിസിനസ്സിൻ്റെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം, അത് ക്യാഷാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റണം. അതോടൊപ്പം തന്നെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ യൂസസിന് സഹായിക്കുന്ന ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങളായിരിക്കണം. ഇതിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാൻ പറ്റിയ മനസ്സിലാവും. ക്യാഷ് ബിസിനസ്സിൻ്റെ അസറ്റാണ് അല്ലേ, ക്യാഷ് അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ലാൻഡ് നമ്മുടെ കയ്യിലുള്ള ലാൻഡ്, അതുപോലെ തന്നെ ബിൽഡിങ്, അതുപോലെ തന്നെ ഫർണിച്ചർ, അതുപോലെ തന്നെ മിഷനറി, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് തുടങ്ങിയ വെഹിക്കിൾ തുടങ്ങിയ ഐറ്റംസ് ഒക്കെ എന്താണ് നമ്മുടെ അസറ്റാണ്. അപ്പോൾ ക്യാഷ് ഓർ വാല്യുബിൾ തിങ് which എന്ത് ചെയ്യുന്നുണ്ട്, ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ യൂസസ് ഓഫ് ബിസിനസ് ഈസ് കാൾഡ് അസറ്റ്. ഒന്നുകിൽ എന്തായിരിക്കണം, അത് ക്യാഷ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, ഓർ എനി വാല്യുബിൾ തിങ്, ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ്സ് അല്ലേ, വാല്യുബിൾ തിങ്സ് ആയിരിക്കണം. അത് എങ്ങനെയായിരിക്കണം, ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ, ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഓണർഷിപ്പിലുള്ളതായിരിക്കണം. That can be converted into cash, തിരിച്ച് ക്യാഷാക്കി മാറ്റാൻ പറ്റാം. അല്ലെങ്കിൽ എനിത്തിങ് ബെനിഫിഷ്യൽ അല്ലേ, ബെനിഫിഷ്യൽ ടു ദി ഫ്യൂച്ചർ യൂസസ് ഓഫ് ദി ബിസിനസ് ആസ് കാൾഡ് അസറ്റ് അല്ലേ. ഇനിയാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ വാക്ക് അസറ്റ്. ഇനി എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് പഠിക്കുന്ന കാലത്തോളം എന്താണ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓർ വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ഫോർ ദ ഫ്യൂച്ചർ ഓപ്പറേഷൻസ് ഓർ ഫ്യൂച്ചർ യൂസസ് ഓഫ് ബിസിനസ് ഈസ് കാൾഡ് അസറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ യൂസസ് ഓഫ് ബിസിനസ് ഈസ് കാൾഡ് അസറ്റ്. ഇനി അസറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെ രീതിയിലെന്ന് വെച്ചാൽ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഫിക്സഡ് അസറ്റ്, എന്താണ് കറണ്ട് അസറ്റ്? ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അസറ്റാണ്, അസറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വരുന്ന ഒരു സംഭവമാണ്. എന്താണ്, ക്യാഷിൽ തന്നെയാണ് അസറ്റ് തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ലാൻഡ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മിഷനറി, മെഷീൻസ് അല്ലേ, ഉപയോഗിക്കുന്ന മെഷീൻസ്, എന്തെങ്കിലും സാധനം പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന മെഷീൻസ്, ഇത് രണ്ടും അസറ്റാണ്. ക്യാഷും അസറ്റാണ്, മെഷീനും അസറ്റാണ്. പക്ഷേ രണ്ടും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ക്യാഷ് നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കും, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഉപയോഗിച്ച് തീർക്കും അല്ലേ, നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും, കറണ്ട് അസറ്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ് കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. ക്യാഷ് അറ്റ് ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. ഡെറ്റേഴ്സ്, നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾക്കാർ നമ്മുടെ അസറ്റാണ്, അത് കറണ്ട് അസറ്റാണ്. നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന, പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്ന, ക്യാഷാക്കി മാറ്റി പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്ന അസറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പെട്ടെന്ന് അങ്ങനെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റത്തില്ല, ഒരുപാട് വർഷങ്ങളോളം നിലനിൽക്കുന്ന അസറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് അസറ്റ്. ഫോർ എക്സാമ്പിൾ ലാൻഡ് നമ്മൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കത്തില്ല, അതുപോലെ തന്നെ വർഷങ്ങളോളം ലാൻഡിൻ്റെ ഉപയോഗമുണ്ട്. ബിൽഡിങ്, വർഷങ്ങളോളം ബിൽഡിങ്ങിൻ്റെ ഉപയോഗമുണ്ട്. മിഷനറി, വർഷങ്ങളോളം ബിൽഡിങ്ങിൻ്റെ ഉപയോഗമുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ, വർഷങ്ങളോളം വെഹിക്കിൾസിൻ്റെ ഉപയോഗം, നമ്മുടെ കയ്യിലുള്ള വാഹനങ്ങൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്,
ലോങ് ടൈം അസറ്റാണ്, അല്ലെങ്കിൽ അതിനൊക്കെ എന്താണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ഇതിനെ കൃത്യമായിട്ട് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ക്യാഷാക്കി കൺവേർട്ട് ചെയ്ത് അത് ഉപയോഗിച്ച് തീർക്കുന്ന അസറ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു വർഷം 365 ദിവസം, അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ക്യാഷാക്കി കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ച് തീർക്കുന്ന അസറ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെ കറണ്ട് അസറ്റ് എന്നും, ഒരു വർഷത്തിന് മുകളിലാണ് അതിൻ്റെ ഉപയോഗം എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളത് ഉപയോഗിക്കുന്നു എന്നിട്ട് മാത്രമേ അത് ക്യാഷാക്കി കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ച് തീർക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നുണ്ട്, ഫിക്സഡ് അസറ്റ് എന്നും പറയുന്നുണ്ട്. നമ്മൾ എന്താണ് പറഞ്ഞാൽ, എന്താണ് അസറ്റ്? ക്യാഷ് ഓർ വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ഫോർ ദി ഫ്യൂച്ചർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ആർ കാൾഡ് അസറ്റ്. അസറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് തിരിക്കുന്നു. അതിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര നാൾ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇനി വേറൊരു ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസിസ് ഓഫ് ടാൻജിബിലിറ്റി. എന്താണ് ടാൻജിബിലിറ്റി എന്ന് പറയുന്നത്? ടച്ച് ചെയ്യാനും അതുപോലെ തന്നെ കാണാനും തൊട്ടു നോക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനമാണ് ടാൻജിബിലിറ്റി എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ടാൻജിബിലിറ്റി അസറ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ടാൻജിബിൾ അസറ്റ് എന്നും ഇൻടാൻജിബിൾ അസറ്റ് എന്നും. രണ്ട് അസറ്റിൻ്റെ പേര് ഞാൻ പറയാം. ഒന്ന് പറയുന്നത് ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്. രണ്ടെന്ന് പറയുന്നത് ഗുഡ് വിൽ. ഗുഡ് വിൽ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കായിരിക്കും എന്ന് പറയുന്നത് ഗുഡ് വിൽ. എന്തായി ഗുഡ് വിൽ എന്ന് പറയാം? ഗുഡ് വിൽ. ഓക്കെ, ഗുഡ് വില്ലിന് വരെ ഞാൻ വേറൊരു വാക്ക് പറയാം, സ്റ്റാർ വാല്യൂ എന്നൊക്കെ പറയാം. സ്റ്റാർ വാല്യൂ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്നൊരു സിനിമ നടൻ, പുതിയതായിട്ട് അയാൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നേ ഉള്ളൂ. അയാൾക്കും പ്ലസ് മോഹൻലാൽ എന്ന് പറയുന്ന സിനിമ നടൻ അല്ലേ. ഇപ്പോൾ മോഹൻലാൽ ഇതിൽ ആർക്കാണ് സ്റ്റാർ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും, മോഹൻലാലിനാണ് സ്റ്റാർ വാല്യൂ കൂടുതൽ. കാര്യം എന്താണ്? അദ്ദേഹം കുറേ നാളായിട്ട് അഭിനയിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൽപ്പേരുണ്ട്. ആ വാക്ക് തന്നെയാണ്, സൽപ്പേര് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് അത്രയും നാൾ അഭിനയിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന സൽപ്പേര് കൊണ്ടാണ് അതിനെ എന്താക്കി മാറ്റുക, അത് അയാളുടെ അസറ്റാണ്. അതിനെ അയാൾ എന്താക്കി മാറ്റുന്നു, ക്യാഷാക്കി കൺവെർട്ട് ചെയ്യുന്നു. പുതുമുഖ ഒരു നടന് ചിലപ്പോൾ അത്രയും സ്റ്റാർ വാല്യൂ ഉണ്ടാവണമെന്നില്ല അല്ലേ. ഇപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു വാക്ക്, അതിൻ്റെ വേറെ വാക്കാണ് സ്റ്റാർ വാല്യൂ എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ അത് ഗുഡ് വില്ലാണ്. ഒരുപാട് നാൾ നിലനിൽക്കുന്ന ഒരു ബിസിനസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബ്രിട്ടാനിയ കമ്പനി അല്ലേ, അതിന് ITC എന്ന് പറയുന്ന കമ്പനി, അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നുണ്ട് കമ്പനികളുടെ പ്രോഡക്റ്റുകൾ അല്ലേ, ഇപ്പോൾ ബൂസ്റ്റ് തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കമ്പനികളുടെയൊക്കെ പ്രോഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തൊരു ഗുഡ് വില്ലുള്ള ഒരു കമ്പനി, നമുക്ക് വിശ്വസിക്കുന്നു, ഒരുപാട് കസ്റ്റമേഴ്സ് അവരെ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള കമ്പനിയാണ്, അതിൻ്റെ ഗുഡ് വില്ലാണ്. ആ ഗുഡ് വില്ലുള്ള കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ സൽപ്പേര് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓഫ് ദി റെപ്യൂട്ടേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷൻ, സൽപ്പേർ, റെപ്യൂട്ടേഷൻ, അതിൻ്റെ പേര് അല്ലേ, അതിൻ്റെ ഒരു മണി വാല്യൂവിൽ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു അസറ്റാണ്. ഏത് തരത്തിലുള്ള അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടാൻജിബിൾ അസറ്റാണ്. ഈ ഗുഡ് വിൽ നമുക്ക് കാണാനും തൊട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. സ്റ്റാർ വാല്യൂ, എന്താണ് സ്റ്റാർ വാല്യൂ? അയാൾ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യമാണ്, അല്ലാതെ അത് ക്യാഷ് പോലെ കാണാനും തൊട്ട് വെക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാണ്, പക്ഷേ അത് കാണാനും തൊട്ട് വെക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിനെ ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയും. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്, അതിനെ കാണാനും തൊട്ട് വെക്കാനും ഒക്കെ പറ്റും. അതിനെ പറയുന്ന പേരാണ് എന്താ, ടാൻജിബിൾ അസറ്റ്. മിഷനറി ടാൻജിബിൾ അസറ്റാണ്. ബിൽഡിങ് കാണാനും തൊട്ട് വെക്കാനും പറ്റും, ടാൻജിബിൾ അസറ്റാണ്. എന്നാൽ ഗുഡ് വിൽ ഇൻടാൻജിബിൾ അസറ്റാണ്, കാണാനും തൊട്ട് വെക്കാനും പറ്റില്ല, പക്ഷേ അസറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. അപ്പോൾ അസറ്റിനെ തന്നെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നു. എന്താണ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓർ എനി വാല്യുബിൾ തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ ഫോർ ദ ഫ്യൂച്ചർ ഓപ്പറേഷൻസ് ഓഫ് ദി ബിസിനസ് ആർ കാൾഡ് അസറ്റ്. അസറ്റിനെ എന്ത് ചെയ്യുക, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് അസറ്റും. ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന അസറ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റും, ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ കറണ്ട് അസറ്റ് എന്നും പറയുന്നു. ഓൺ ദ ബേസ് ഓഫ് ടാൻജിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അസറ്റിനെ ടാൻജിബിൾ അസറ്റ് എന്നും ഇൻടാൻജിബിൾ അസറ്റ് എന്നും പറയുന്നു. നമുക്ക് കാണാനും തൊട്ടുവെക്കാനും പറ്റുന്ന ഒരു അസറ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെ ടാൻജിബിൾ അസറ്റ് എന്നും, കാണാനും തൊട്ടുവെക്കാനൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഇൻടാൻജിബിൾ അസറ്റ് എന്നും പറയുന്നു. ഇൻടാൻജിബിൾ അസറ്റിന് എക്സാമ്പിളാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഒരു അസറ്റ് എന്ന് പറയുന്ന ടേമിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇനി കുറച്ചുകൂടെ ടേമുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അസറ്റ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നത് നമ്മുടെ 10ാമത്തെ കീവേഡാണ് ടേംസുകൾ. ആ ടേമിനകത്ത് വരുന്ന 1ാമത്തെ ടേമാണ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, ശരി. അടുത്ത ടേമുകൾ അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, ശരി, താങ്ക് യു.